അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി. ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോഴാണ് ആ അനുഭവം ഉണ്ടായത്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുമ്പോൾ ഞാനും ഉമ്മയായിരുന്നു പോയിട്ടുണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ ഈവനിങ്ങിനാണ് ഫംഗ്ഷൻ വരുന്നത്, കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയില്ല, എപ്പോഴാണ് മഴ വരണേ എപ്പോഴാണ് മഴ പോകണേ നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥ നല്ല മഴയായിരുന്നു. ഞങ്ങൾ കുടയെടുത്തിട്ടില്ല. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തേക്കും 11 മണിയായി. അപ്പോൾ 11 മണിയിൽ കുറേ വെയിറ്റ് ചെയ്തു, ബസ്സില്ല. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളൊരു ഓട്ടോയിൽ കയറി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തനിച്ച് ഒരു ഓട്ടോയിൽ രാത്രി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആ പേടി കാരണമാണ് ഓട്ടോ വിളിക്കാതെ മാക്സിമം ബസ്സിന് തന്നെ വെയിറ്റ് ചെയ്തത്. പക്ഷെ ലാസ്റ്റ് ഓട്ടോ വിളിക്കേണ്ടി വന്നു. ഓട്ടോക്കാരൻ വന്നു. അങ്ങനെ കയറി കുറേ എത്തിയപ്പം ആ ഓട്ടോ ഡ്രൈവർ ഞങ്ങളോട് ചോദിച്ചു, എന്താ ഇത്ര ലേറ്റായി, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ മാമയുടെ വീട്ടിലേക്കാണ് പോണത്. ഞങ്ങളുടെ വീട്ടിലേക്കല്ല, അവിടെ അടുത്ത് മാമയുടെ വീടായിരുന്നു. അപ്പോൾ അവിടെ പോകുന്നത്. അപ്പോൾ മാമ ഈ അടുത്ത് വീഡിയോ എടുത്തോണ്ട് തന്നെ അവിടുത്തെ സ്ഥലം ഞങ്ങൾ പരിചയമില്ലായിരുന്നു. ആ ഒരു പേടിയിലാണ് ഇവർ ഓരോന്ന് ചോദിക്കണേ. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം ഉമ്മ അങ്ങോട്ട് പറഞ്ഞു, ഇപ്പോൾ രാത്രിയല്ലേ, അപ്പോൾ ഇത്രയും ടൈം ആയപ്പം ഓട്ടോയിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, അതുകൊണ്ടാണ് ഓട്ടോ വിളിക്കാതിരുന്നതെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ആ ടെൻഷൻ അയാൾ മനസ്സിലാക്കിയോണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ഫാമിലിയും എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം ഞങ്ങളുടെ ലുലുവിൽ കളി കാണാൻ വേണ്ടി ഫാമിലിയായിട്ട് വന്നതാണ്. അപ്പോൾ കളിക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുണ്ടായി. തൻ്റെ സ്വന്തം ഭാര്യയും മക്കളെയും പറ്റിയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി താൻ കഷ്ടപ്പെടുന്നതും, കഷ്ടപ്പാടെന്നൊന്നല്ല, അയാൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാൾ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ ആണുങ്ങളും ഒരേപോലെയാണെന്നും പറയാൻ പറ്റില്ല. കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ള, നമ്മളെ സേഫായിട്ട് വീട്ടിലെത്തിക്കണം എന്ന് നമ്മൾ വീട്ടുകാർ ചിന്തിക്കും പോലെ അവരും ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. അത് ഇന്നലെ എനിക്ക് മനസ്സിലായി. കാരണം ആ ഒരു പേടി, അയാൾ നമ്മളോട് സംസാരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അവിടെ എത്തും വരെ നമുക്കൊരു പേടിക്കും. ബട്ട് അവിടെ എത്തും വരെ അയാളുടെ കാര്യങ്ങളും അയാളുടെ ഫാമിലിയെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് ആ ഒരു പേടി അപ്പം തന്നെ ഇല്ലാതായി. നമ്മളും അയാളോട് കുറച്ച് സംസാരിച്ചു. നല്ലൊരു മനുഷ്യൻ. അപ്പോൾ ബൈ.